തീർച്ചയായിട്ടും. ഡോക്ടർ ഗംഗാധരൻ, ഈ സ്വയം ശ്രമം നടത്തണം, ഒപ്പം തന്നെ കുടുംബങ്ങളിലുമൊക്കെ ശ്രമങ്ങൾ ഉണ്ടാകണം, അതിനുവേണ്ടിയുള്ള ശീലങ്ങൾ വളർത്തിയെടുക്കാനുള്ള സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പണ്ട് മുതലേ പല രീതിയിൽ ചെയ്യുന്നതാണ്. പക്ഷേ ഇപ്പോൾ പലതും കടന്നു പോയിരിക്കുന്നു. പുതിയ തലമുറയാണ്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ജൈവ പച്ചക്കറികൾ എങ്ങനെയാണ് നമ്മുടെ വീടുകളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതിനെക്കുറിച്ചാണ്. ഇതൊക്കെ അസുഖങ്ങൾ മാറ്റാൻ വേണ്ടി അത്യാവശ്യമാണെന്നൊക്കെയുള്ള തലത്തിലേക്കുള്ള പുതിയ ശ്രമങ്ങളുടെ ഒരു കാലഘട്ടമാണ്. പക്ഷേ അതൊക്കെ ഒരു യോജിച്ച ഒരു പദ്ധതിയായി വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഇങ്ങനെയൊക്കെ എല്ലാം ചിതറി പല ഭാഗത്തായി അസുഖങ്ങൾ, ട്രീറ്റ്മെൻറ്റ്, ഇതിനെ നേരിടാനുള്ള പ്രസ്ഥാനം, മൂവ്മെൻറ്റ്, ഇതെല്ലാം പലയിടത്തും ചിതറി കിടക്കുന്ന ഒരു അവസ്ഥ ഉള്ളപ്പോൾ എന്താണ് അടിയന്തിരമായി ചെയ്യേണ്ടതായി അങ്ങ് പറയുക? ഞാൻ സിനിമയുടെ കാര്യം പറയുമ്പോൾ നമ്മുടെ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്ന് പറഞ്ഞ് നമ്മൾ അടുത്ത സീനിൽ കാണുന്നത് 10 പേര് ഒരുമിച്ചിരുന്ന് പുക വലിക്കുന്നതും താഴെ ചെറിയ വരികയാണ്. സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. അത് വായിക്കണമെങ്കിൽ നമ്മൾ ലെൻസ് വെച്ച് വായിക്കണം. പക്ഷേ അവിടെ ഇരുന്ന് വലിക്കുന്നവരെ അപ്പോൾ അങ്ങനത്തെ ഒരു യാതൊരു അർത്ഥമില്ല അതിൻ്റെ അകത്ത്. നമ്മളത് ഏകോപിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് 2-3 തലത്തിലാണ്. ഒന്ന്, ഓഫ് കോഴ്സ് യു ഹാവ് ടു എഡ്യൂക്കേറ്റ്. നമുക്ക് സമൂഹത്തെ പഠിപ്പിക്കണം. പക്ഷേ അതേപോലെ നിർബന്ധിതമായിട്ടുള്ള ചില മേഖല ചെയ്യാൻ സാധിക്കും നമ്മൾ ചെയ്യുന്ന പോലെ. ഉദാഹരണത്തിന് നമ്മൾ ജോലിക്ക് കയറുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന സമയത്ത്, ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്ന സമയത്ത്, ആധാർ കാർഡ് എടുക്കുന്ന സമയത്ത്, അങ്ങനെ പല സന്ദർഭങ്ങളുണ്ട്. നമ്മളൊരു ആശാ വർക്കർ ജോയിൻ ചെയ്യുന്ന സമയത്ത്, അങ്ങനെയൊക്കെ സമയത്ത് നിർബന്ധിതമായിട്ടും നമുക്ക് സ്ക്രീൻ ചെയ്യാൻ സാധിക്കുന്ന ക്യാൻസറുകൾ സ്ക്രീൻ ചെയ്യണം ആ സമയത്ത്. ഉദാഹരണത്തിന് നമ്മൾ പറയും ബ്രസ്റ്റ് ക്യാൻസർ നമ്മൾ സ്ക്രീൻ ചെയ്യാൻ നിർബന്ധിതമായിട്ടും സ്ത്രീകളുടെ ഇന്ന ഏജ് ഗ്രൂപ്പിൽ ജോലിക്ക് ചേരുന്നവരോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിൽ ചെയ്യുന്ന സമയത്ത് നിർബന്ധിതമായിട്ടും ഈ സ്ക്രീനിങ് വേണം എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഭാഗം കൂടെ നമ്മൾ കൊണ്ടുവരാൻ സാധിക്കണം. അത് നമ്മൾ സമൂഹത്തെ പഠിപ്പിക്കുന്നത് പോലെ തന്നെ നിർബന്ധിതമായിട്ടും ചെയ്യേണ്ട ചില സാഹചര്യങ്ങൾ നിർബന്ധിതമായിട്ടും ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ സാധിക്കണം. അതൊരു ഭാഗത്തൂടെ പോകും. അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നമുക്ക് ഒരു പക്ഷേ ആരും ഇതിന് മുതിരാത്തതിൻ്റെ കാരണം ഇതിൻ്റെ ഒന്ന് റിസൾട്ട് ഇന്നോ നാളെയോ കാണാൻ പോകും. നമുക്കെല്ലാം ഇൻട്രസ്റ്റ് ഇന്നും നാളെ കാണുന്ന റിസൾട്ടുകൾക്കാണ്. അതാണ് ഒരു ആശുപത്രി വരികയാണെങ്കിൽ ആശുപത്രി വന്നു. പക്ഷേ ഇതിൻ്റെ ഒന്നും നമ്മൾ കാണാൻ പോകുന്ന റിസൾട്ട് ഒരു പക്ഷേ 25 വർഷം 30 വർഷം കഴിയുമ്പോഴാണ് നമ്മൾ ആവശ്യ ഔട്ട്കം, അതായത് ഒരു തലമുറ മാറുമ്പോഴാണ്. അപ്പോൾ അതിനുള്ള ഒരു മുൻകാഴ്ചയോടുകൂടെ പോകാൻ സാധിക്കണം. അത് സാധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മൾ വരും തലമുറ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കും ഒരു പരിധി വരെയെങ്കിലും. ഡോക്ടർ ഗംഗാധരൻ, ഈ ചികിത്സയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ജിഷ്ണു തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ നാടൻ ചില ചികിത്സാ രീതികൾ അദ്ദേഹത്തെ ആരൊക്കെ ഉപദേശിച്ചു. ഈ ലക്ഷ്മി തരു, മുള്ളത്ത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ള മരുന്നുകൾ ഉപയോഗിക്കുക. അത് ഉപയോഗിച്ചത് അദ്ദേഹത്തിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആരും അത്തരം കാര്യങ്ങളിലേക്ക് പോകരുത് എന്ന്. അതേസമയം ഈ ആധുനിക ചികിത്സയിൽ തന്നെ ഉണ്ടായ പുതിയ ഗവേഷണങ്ങൾ, പുതിയ തരത്തിലുള്ള കീമോതെറാപ്പി, പുതിയ റേഡിയേഷൻ, ഇതൊക്കെ നമ്മുടെ രോഗികൾക്ക് കൂടി പിടിച്ചു നിൽക്കാൻ പറ്റാത്തവണ്ണം വലിയ കാഠിന്യം ഉണ്ടാക്കുന്നതും ഈ ലീലാമേനോനെ പോലെ പഴയ ചികിത്സയുടെ കാലഘട്ടത്തിൽ പിടിച്ചു കയറിയവർക്ക് പറ്റാത്തൊരു രീതി ഇപ്പോൾ വരുന്നതിന് കാരണമാകുന്നുണ്ടോ? ഈ ചികിത്സ എത്രത്തോളം, ചികിത്സയുടെ രീതികളും അതിൻ്റെ കോസ്റ്റും? 2-3 കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഞാൻ പറയും. 2-3 കാര്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ച 2-3 കാര്യം ദേഷ്യം വന്നപ്പോൾ സംസാരിക്കുന്ന ഒരു വേദി ഇത് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ശരിക്കും നമ്മളെ ചികിത്സിച്ച് രക്ഷപ്പെടുത്തേണ്ട ഒരു രോഗിയെ താമസിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചികിത്സാ രീതിയെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതും ഈ മേഖലയിൽ ഒരു പരിചയമില്ല, ഒരു ഡിഗ്രി പോലും ഇല്ല, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരു പഠിത്തവുമില്ല. ഞാൻ പറയാം, ആയുർവേദം പ്രാക്ടീസ് ചെയ്യുന്നത് ആയുർവേദ ഡോക്ടർ പ്രാക്ടീസ് ചെയ്യണം, ഹോമിയോ പ്രാക്ടീസ് ചെയ്യുന്നത് ഹോമിയോ ഡോക്ടർ പ്രാക്ടീസ് ചെയ്യണം. അല്ലാതെ നമ്മുടെ ക്വാക്സ് അവരുടെ കൈ കൂടെ പോകുന്ന ധാരാളം ആൾക്കാരുണ്ട്. അതേപോലെ മാത്രമല്ല, ഏത് മേഖലയിൽ ഉള്ളവരായാലും അവർ അറിഞ്ഞിരിക്കണം ഇന്ന ക്യാൻസറിന് ഇന്ന ചികിത്സയാണ് ഏറ്റവും നല്ലതെന്ന് അറിഞ്ഞിരിക്കാനുള്ള സാധ്യത വേണം. ഇത് ക്യാൻസർ ആണെന്ന് തിരിച്ചറിയാനുള്ള സാധ്യത അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഇത് പലപ്പോഴും സംഭവിക്കാൻ സങ്കടം തോന്നും നമുക്ക്. ബ്രസ്റ്റ് ക്യാൻസറൊക്കെ ഒരു പ്രാരംഭ ദശയിൽ പോയി കണ്ടുപിടിച്ചിട്ട് ഇതുപോലെ ആ ക്യാൻസർ മുഴുവൻ പുറത്തു വരാൻ വേണ്ടി ഞാൻ മരുന്ന് നൽകുകയാണെന്ന് പറഞ്ഞാൽ ഒരിക്കൽ പോലും ആ രോഗിയെ കാണാതെ ചികിത്സിക്കുന്ന ആൾക്കാർ ഇവിടെ നമ്മുടെ നാട്ടിലുണ്ട്. അവരൊക്കെ ദേ ഷുഡ് ഗോ ബിഹൈൻഡ് ദി ബാൾസ്. അവരൊക്കെ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജീവൻ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഓരോ ദിവസവും കാണുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ധാരാളം വ്യാജ ഡോക്ടർമാർ നമ്മുടെ ഇടയിലുണ്ട്. അവർ ആ ചെയ്യുന്ന ഒറ്റ പ്രവൃത്തി കൊണ്ട് തന്നെ അവരെ ജയിലിലടയ്ക്കണം. അത് അതിനുള്ള സാഹചര്യം നമുക്ക് ഉണ്ടാക്കണം. കാരണം ഒരു ജീവനാണ് അവർ നഷ്ടപ്പെടുത്തുന്നത്. മറ്റു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ക്യാൻസർ സ്റ്റേജ് കൂടിക്കഴിഞ്ഞൊരു ക്യാൻസറിനെ നമ്മൾ എന്തൊക്കെ പുതിയ മരുന്ന് കൊണ്ടുവന്നാലും നമുക്ക് ചികിത്സിച്ച് രക്ഷപ്പെടുത്താൻ സാധിക്കുന്നില്ല. പക്ഷേ അതേ സമയത്ത് പ്രാരംഭ ക്യാൻസർ ആണെങ്കിൽ നമുക്ക് വലിയ ചിലവൊന്നും ഇല്ലാതെ അതിൻ്റെ ചികിത്സ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കും. നമ്മൾ വരുന്ന എല്ലാ ക്യാൻസറുകളും നമ്മൾ രക്ഷപ്പെടുത്താൻ നമ്മൾ അവകാശപ്പെടുന്നില്ല. പക്ഷേ
ആ രക്ഷപ്പെടുത്താനുള്ള സാധ്യത നഷ്ടപ്പെടുത്തുന്നവരുണ്ടല്ലോ, അവരെ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. അത് ശരിക്കും സർക്കാർ തലത്തിൽ അല്ലെങ്കിൽ നമ്മളൊരു നിയമം ഉണ്ടാക്കിക്കൊണ്ട് തന്നെ അവരെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിക്കണം. അതൊരു വലിയൊരു ഘടകം തന്നെയാണ്. ഒരുപക്ഷെ ശ്രീമതി ലീല മേനോൻ, ഒരുപക്ഷെ നിങ്ങളെപ്പോലുള്ളവർ എങ്ങനെയാണ്, ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ ലീല മേനോൻ, ഇന്നസെൻ്റ് തുടങ്ങിയ ചില മാതൃകകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഈ രോഗങ്ങളെയൊക്കെ ചിരിച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അതിനെ തോൽപ്പിച്ചുകൊണ്ട് തന്നെ തങ്ങളുടെ വഴിയിൽ പുതിയ പന്ഥാവുകൾ വെട്ടി തുറക്കുന്നവരാണ്, ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നവരാണ്. ഒരുപക്ഷെ ജിഷ്ണുവും അതൊക്കെ ആലോചിച്ചിട്ടും നടക്കാതെ പോയതിൻ്റെ ഒരു കാരണം ഈ ഡോക്ടർ ഗംഗാരം പറഞ്ഞ പോലെ അതിൻ്റെ കണ്ടെത്തിയ സ്റ്റേജിൻ്റെ വ്യത്യാസമായിരിക്കാം, അല്ലെങ്കിൽ രോഗത്തിൻ്റെ മറ്റ് തീവ്രതകൾ കൊണ്ടൊക്കെ ആയിരിക്കാം. പക്ഷേ ഈ പറയുന്ന രീതിയിൽ പിടിച്ചു കയറാൻ ശ്രമിക്കുന്നവരുടെ മുന്നിലേക്ക് ഒരു പുതിയ രീതിയിലുള്ള ഒരു റീഹാബിലിറ്റേഷൻ പരിപാടി നമുക്ക് തുറക്കേണ്ടതുണ്ട് എന്ന് ശ്രീമതി ലീല മേനോന് തോന്നുന്നുണ്ടോ? എന്നോട് എൻ്റെ ഡോക്ടർ കോട്ടയത്ത് വെച്ചിട്ടാണ് എൻ്റെ ക്യാൻസർ ഡിസ്കവർ ചെയ്തത്. ആ ഡോക്ടർ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, സെക്കൻഡ് സ്റ്റേജ് ഓഫ് ക്യാൻസറാണ്, അത് കാരണം ഈ ക്യാൻസർ യു വിൽ നോട്ട് ലിവ് ബിയോണ്ട് 6 months, 6 മാസമേ ഉള്ളൂ ജീവിതം എന്ന് എന്നോട് മുഖത്ത് നോക്കി പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ ആ അറിവ് വെച്ചുകൊണ്ടാണ് ഞാൻ RCC പോയിട്ട് ഡോക്ടർ കൃഷ്ണനാരെ കണ്ടിട്ട് ഇങ്ങനെ എനിക്ക് 6 മാസമേ ഉള്ളൂ, അപ്പോൾ ഞാൻ 6 മാസം ഈ RCC കിടന്നോട്ടെ എന്ന് ചോദിക്കുക ചെയ്തത്. എന്നിട്ട് ഞാൻ 6 മാസം അവിടെ ഹോസ്പിറ്റലിൽ കിടന്ന് ഈ ട്രീറ്റ്മെൻറ്റ്, അപ്പോൾ എനിക്ക് കീമോതെറാപ്പി തന്നു, പിന്നെ റേഡിയേഷൻ തന്നു. അത് കഴിഞ്ഞിട്ട് ഇലക്ട്രോൺ റേഡിയേഷൻ എന്ന് പറഞ്ഞ അത് കാലത്ത് നമ്മളെ ഇതിലേക്ക് കയറ്റിയിട്ടിട്ട് ഒരു ട്യൂബ് ഇട്ടിട്ട് നമ്മളോട് ഇങ്ങനെ തന്നെ കിടക്കണം എന്ന് പറയും, അങ്ങോട്ട് തിരിയരുത് ഇങ്ങോട്ട് തിരിയരുത്. അപ്പോൾ ഞാൻ അതേ പൊസിഷനിൽ കിടന്ന് ഞാൻ നാമം ചൊല്ലിക്കൊണ്ട് കിടന്നു. എന്താ വെച്ചാൽ തിരിഞ്ഞാൽ കിഡ്നി അഫക്റ്റഡ് ആവും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സർക്കംസ്റ്റാൻസസ് വരുമ്പോൾ നമ്മുടെ ഉള്ളിലത്തെ കറേജാണ് ശരിക്കും, ആൻഡ് ദൈവവിശ്വാസമാണ്, രണ്ടും കൂടെ വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം ഉള്ളപ്പോൾ നമുക്ക് ഇത് ഇപ്പോൾ എന്നോട് അവർ ഡോക്ടർ രാധ ഹരിലാലാണ് പറഞ്ഞത് 6 മാസമേ ഉള്ളൂ ജീവിക്കാനായിട്ട്, അതുകൊണ്ട് സെക്കൻഡ് സ്റ്റേജ് ആയിക്കഴിഞ്ഞു, അതുകൊണ്ട് യു ഹാവ് നോ ഹോപ്പ് എന്ന് പറഞ്ഞപ്പോഴും ഞാൻ തളർന്നില്ല. എനിക്ക് ഇനിയും ജീവിതം ബാക്കിയുണ്ടെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് ഞാൻ RCC പോയി കിടന്നത്. 6 മാസം അവിടെ കിടന്ന് ഞാൻ സർവൈവ് ചെയ്ത് പുറത്തേക്ക് വന്നത്. അപ്പോൾ ആ തരത്തിൽ നമ്മൾ ഒരു ഡിസീസിനെ ഫേസ് ചെയ്യുമ്പോൾ നമുക്കൊരു ആത്മധൈര്യം വേണം. നമ്മൾ അയ്യോ ഒരു ക്യാൻസറാണ്, നമ്മൾ മരിച്ചു പോവും എന്ന് വിചാരിച്ച് നമ്മൾ പോയി. അപ്പോൾ ആ ഒരു റെസിസ്റ്റൻസ് നമ്മൾ ഉള്ളിലുണ്ടെങ്കിൽ മരുന്നിന് കൂടുതൽ പ്രയോജനം കിട്ടും. പിന്നെ ഇപ്പോൾ ഡോക്ടർമാർ നമുക്ക് തരുന്ന ഒരു എൻകറേജ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഡോക്ടർ കൃഷ്ണനാരാണെങ്കിലും ഡോക്ടർ ഗംഗാധരനാണെങ്കിലും ഒക്കെ വരുമ്പോൾ എന്നെ വളരെ പ്ലസൻ്റായിട്ട് നമ്മളോട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും നമുക്ക് ഇത് സീരിയസ് ആണെങ്കിൽ ഇവർ നമ്മളോട് ഇത്ര ലൈറ്റായിട്ട് സംസാരിക്കില്ലല്ലോ, അപ്പോൾ ഇത് സീരിയസ് ഒന്നും ആവില്ല എന്നുള്ള ആ ഒരു ഇതുണ്ട്. പിന്നെ നമ്മൾ ഇപ്പോൾ ഈ ഒരു അവബോധം നമുക്ക് ഈ സൊസൈറ്റിക്ക് കൊടുക്കാനുണ്ട്. ഇപ്പോൾ ജിഷ്ണുവിൻ്റെ മരണമാണെങ്കിലും എനിക്ക് വന്ന ക്യാൻസർ ആണെങ്കിലും, അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈല് നമ്മൾ കൺട്രോൾ ചെയ്തിരിക്കണം. നമുക്ക് ഇങ്ങനെ ജങ്ക് ഫുഡ് കഴിക്കലാണെങ്കിലോ കീടനാശിനി തളിച്ച പച്ചക്കറി കഴിക്കണമെന്നാണെങ്കിലോ അങ്ങനെ ഒരുപാട് ഈ പുറത്തുനിന്ന് ആഹാരം കഴിക്കലാണെങ്കിലോ അതെല്ലാം നിർത്തിയിട്ട് നമ്മൾ നിവൃത്തിയിലെടുത്തോളം നമ്മുടെ ലൈഫ് നമ്മുടെ കൺട്രോളിലാക്കി നമുക്കത് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കൊണ്ടുപോകാനായിട്ട് സാധിക്കണം. രണ്ടാമത്തെ ഒരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ലക്ഷ്യബോധം ഉണ്ടാവണം. ഇത് കഴിഞ്ഞ് വന്നിട്ട് എന്തെല്ലാമാണ് ചെയ്യാനുള്ളത് എന്നുള്ളൊരു ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ സാധിക്കും. ഫോർ ഇൻസ്റ്റൻസ് ഞാൻ ക്യാൻസറായിട്ട് കിടന്നപ്പോഴാണ് എന്നോട് പറഞ്ഞത് അരുവാക്കോട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ മുഴുവനും മൺപാത്ര തൊഴിലാളികളായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ അവർക്ക് തൊഴിലില്ലാണ്ടായപ്പോൾ അവർ പ്രോസ്റ്റിറ്റ്യൂട്ട്സായി എന്നൊക്കെ വന്ന് കുട്ടികൾക്ക് പഠിക്കാൻ സാധിക്കുന്നില്ല. എന്നിട്ട് ഞാൻ ഈ ക്യാൻസറിൽ നിന്ന് പുറത്തേക്ക് വന്ന ആദ്യം ഞാൻ പോയി ചെയ്തത് അരുവാക്കോട് സ്റ്റോറി ആയിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് അവരോട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ എന്താ നിങ്ങൾ ഇതിന് പോണത്? അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ പാടത്ത് പുല്ല് പറിക്കാൻ പോയാൽ ഞങ്ങൾക്ക് 20 രൂപയാണ് കിട്ടുക, ഇതാണെങ്കിൽ ഞങ്ങൾക്ക് 200 രൂപ കിട്ടും. അപ്പോൾ അങ്ങനെ ആ തരത്തിലേക്ക് ഇതിനെപ്പറ്റി എഴുതിയപ്പോൾ ഒരു NGO വന്നിട്ട് അവരെ ഈ ടെറക്കോട്ട ഉണ്ടാക്കാനായിട്ട് പഠിപ്പിച്ചു. അപ്പോൾ നമുക്ക് ഭാവിയിലേക്ക് വരുമ്പോൾ ഏതെല്ലാം തരത്തിൽ നമുക്ക് സൊസൈറ്റിയെ സേവ് ചെയ്യാൻ സാധിക്കും, മാൻകൈൻഡിനെ സേവ് ചെയ്യാൻ സാധിക്കും എന്നൊക്കെയുള്ള ആലോചനകളും കൂടി നമുക്ക് വേണം. അപ്പോൾ
അപ്പോൾ നമ്മൾ ക്യാൻസർ ബാധിതയാവുകയാണെങ്കിൽ ക്യാൻസറിനെ പറ്റി ചിന്തിക്കുകയരുത്. അത് ഇന്നസെൻറ്റിൻ്റെ ഭാഷയെ പറയുകയാണെങ്കിൽ ഇനി പോടാ ക്യാൻസർ എന്ന് പറഞ്ഞ് അങ്ങോട്ട് തള്ളിക്കളഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഭാവി പരിപാടികൾ ഇങ്ങനെ ആസൂത്രണം ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇതിൽ വളരെയധികം നമുക്ക് മെഡിസിന് പ്രയോജനം കിട്ടുന്നതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഡോക്ടർ ഇക്ബാൽ കുറ്റിപ്പുറത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഡോക്ടർ ഗംഗാധരൻ, നേരത്തെ ലീല മേനോൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അവർ രോഗിയായി ആശുപത്രിയിൽ കിടന്നപ്പോൾ ശുശ്രൂഷിക്കാൻ എത്തിയ ഡോക്ടർ ചിത്രയുടെ സാരി നോക്കി അതുപോലുള്ള സാരികൾ എനിക്ക് ഉടുക്കണമെന്ന് തോന്നിയ ആ ഒരു ആഗ്രഹത്തിൻ്റെ അതിൻ്റെ പിന്നിലെ ആ മനസ്സുണ്ട്. അതായത് ചികിത്സിക്കാൻ വരുന്ന ഡോക്ടർമാർ, ഒരുപക്ഷെ ഡോക്ടർ ഗംഗാധരനും പുതിയ ഷർട്ടും പുതിയ രീതിയിലുള്ള മറ്റുള്ള ജിഷ്ണുവിനെ പോലുള്ള രോഗികളെ ചികിത്സിക്കാൻ ചെല്ലുമ്പോൾ അവർക്ക് മോട്ടിവേഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ശീലങ്ങൾ നിങ്ങൾക്കും ഉണ്ടാകണം. അതുപോലെ ചികിത്സ നടത്തുന്ന കേന്ദ്രത്തിൻ്റെ ഒരു സ്ഥിരം സർക്കാർ ആശുപത്രികളുടെ രീതിയിലുള്ള, നമ്മുടെ ആശുപത്രികളുടെ രീതിയിലുള്ള ഒരു രീതിയിൽ നിന്ന് മാറിയുള്ള ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് സെൻറ്ററുകൾ, അതാണോ നമുക്കിപ്പോൾ ഉള്ളത് എല്ലായിടത്തും? അതും ആവശ്യമല്ലേ? തീർച്ചയായും നമുക്ക് രോഗിയോടുള്ള അപ്രോച്ചാണ്. അതാണ് ലീലാമേനോൻ പറഞ്ഞത്. നമ്മൾ രോഗിയോട് ഒരിക്കലും പോയി ക്യാൻസറിനെ കുറിച്ചല്ല ഞങ്ങൾ സംസാരിക്കാറ്. ഇപ്പോൾ ഇന്നസെനോട് സംസാരിക്കാൻ ഇന്നസെൻ്റെ സിനിമയെക്കുറിച്ച് സംസാരിക്കും, അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ പ്ലെയറാണെങ്കിൽ ഫുട്ബോളിനെ കുറിച്ച് സംസാരിക്കാം. അതായത് നമുക്ക് അവർ ക്യാൻസർ രോഗിയെ കൊണ്ട് നിങ്ങളുടെ സാധ്യത ഇതാണ്, നിങ്ങൾ 6 മാസം ജീവിക്കും, 10 മാസം ജീവിക്കും, അതൊന്നും നമ്മുടെ കണക്കല്ല. അപ്പോൾ നമ്മൾ പറയുന്നത് നമ്മൾ അവരുടെ തലത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുമായിട്ട് സംസാരിക്കുകയും അവരുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ സംസാരിക്കുകയും അതുപോലെ അവരെ ഒരു പോസിറ്റീവ് തിങ്കിങ്, അതാണ് ഏറ്റവും പ്രധാനം. അവർ തിരിച്ച് ജീവിതത്തിലേക്ക് വരാനുള്ളൊരു തിങ്കിങ് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറയുന്നത് നമുക്ക് ആശുപത്രിയിൽ നാല് ചുമരുകൾക്കുള്ള അല്ലാതെ അത് നല്ലൊരു ശതമാനം നമ്മൾ പോയി സംസാരിക്കുന്ന ഡോക്ടറും നേഴ്സും ഒക്കെയാണ്. അപ്പോൾ ഡോക്ടർ മാത്രമല്ല അതിനകത്ത് ഒരു ടീമുണ്ട്. ഇപ്പം ഞങ്ങൾ പറയും ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ കൊച്ചു കുട്ടികൾ ആരും റൂമിൻ്റെ അകത്തില്ല. കൊച്ചു കുട്ടികളെല്ലാവരും ഇരിക്കുന്ന സിസ്റ്ററിന് ചുറ്റുമുള്ള മേശപ്പുറത്താണ് എല്ലാവരും ഇരിക്കുന്നത്. റൗണ്ട്സ് കഴിയേണ്ട താമസമേ ഉള്ളൂ. അവരവരെ സിസ്റ്റർമാരുടെ അടുത്ത് പോയിരിക്കും. അതാണ് ദാറ്റ് ഇസ് എ വേവ് ലെങ്ത്. അതാണ് ഞാൻ പറയുന്നത് ഒരു താതാത്മ്യം പ്രാപിക്കുന്നത്. അത് ക്യാൻസർ ചികിത്സയിലുള്ള ഒരു നല്ല ശതമാനം ഡോക്ടർമാരും അല്ലെങ്കിൽ നഴ്സുമാരും ഒക്കെ ആ തലത്തിലേക്ക് വരും. സാധാരണഗതിയിൽ വളരെ കുറച്ച് പേര് മാത്രമേ അതിന് മാറി നിൽക്കുന്നവരേ ഉള്ളൂ. ഒരുപക്ഷെ പഴയ കാലഘട്ടത്തിൽ ഈ ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ജീവൻ പോകുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നല്ലോ ഡോക്ടർ. ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറി നമ്മൾ ഒരു പുതിയ ശീലം ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമുണ്ടോ? അത്രയ്ക്കൊന്നും പേടിക്കേണ്ടതില്ലാത്ത ഒരു കാലമാണോ, അതോ കുറച്ചുകൂടി പേടിക്കേണ്ട കാലമാണോ? തീർച്ചയായും പേടിക്കുകയല്ല വേണ്ടത്, അറിയുകയാണ് വേണ്ടത്, മനസ്സിലാക്കുകയാണ് വേണ്ടത്, അറിയുകയാണ് വേണ്ടത്, അല്ലാതെ പേടിക്കുകയല്ല വേണ്ടത്. കാരണം പണ്ട് നമ്മളൊക്കെ പറയുന്നത്, പണ്ട് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ വാർഡിൽ പോകുമ്പോൾ ഒരു ലൈറ്റും ഇല്ലാത്ത ഒരു 13ാം വാർഡിലൊക്കെയാണ് കിടത്തിയിട്ട് മരണം മാത്രം മുമ്പിൽ കണ്ടുകൊടുക്കുന്ന രോഗികൾ. ഇന്നാരും കാണില്ല, ഒരു ഹോസ്പിറ്റലിൽ ഞങ്ങളത് കാണില്ല. ഇന്നും അത് മാത്രമല്ല, ഞാനൊരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ സംസാരിക്കുമ്പോൾ നമ്മളെ രക്ഷപ്പെട്ടു പോയി ഇപ്പോഴും പല വേദികളിലും നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാർ പലരും ഉണ്ട്. അവരാരും ക്യാൻസർ രോഗികളാണെന്ന് പോലും ആർക്കും അറിയില്ല. അത് രാഷ്ട്രീയത്തിലുണ്ട്, സിനിമാ ലോകത്തുമൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പക്ഷെ അവരാരും ക്യാൻസർ രോഗികളാണെന്ന് അറിയാതെ ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോഴും. അപ്പോൾ അതുകൊണ്ട് ഈ കുറച്ച് പേര് മരിക്കുന്നു, അതുകൊണ്ട് ക്യാൻസർ രോഗികളെല്ലാം മരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ശരീരലോകത്തെ എല്ലാവരും ക്യാൻസർ എന്ന് മരിക്കുന്നു വിചാരിക്കരുത്. രക്ഷപ്പെട്ട പോയ ആൾക്കാർ ഇന്നസെൻ്റ് മാത്രമല്ല, അതുപോലെ ധാരാളം ആൾക്കാരുണ്ട്. രാഷ്ട്രീയത്തിൽ പല പ്രമുഖന്മാരുണ്ട്, നമ്മുടെ ഇവിടെ ബിസിനസ്സുകാരുണ്ട്, യുദ്ധമായിട്ട് ജീവിക്കുന്നത്. അവരുടെ ഭാഷയെ പക്ഷെ പുറത്തു വന്ന് പറയാൻ സാധിക്കില്ല. കാരണം എന്താ വെച്ചാൽ പറഞ്ഞ സമൂഹത്തിൻ്റെ ആ പ്രശ്നം, ആ ഒരു സമൂഹത്തിലെ സ്റ്റിഗ്മ മറ്റൊരു മേജർ പ്രശ്നമാണ്. പുറത്ത് പറയാൻ ആഗ്രഹിക്കാത്തവരാണ് പലരും. അറിഞ്ഞു കഴിഞ്ഞാൽ മകളുടെ വിവാഹം നടക്കില്ല, ബിസിനസ് പൊളിയും, ഇതൊക്കെയാണ് പലരും മനസ്സിൽ വരുന്നത്. അതുകൊണ്ട് മേജർ കാര്യം തന്നെയാണ്. ആ സ്റ്റിഗ്മ മാറ്റത്തോളം കാലം സമൂഹത്തിൽ എന്നും നമ്മൾ മരിക്കുന്നവരെ മാത്രമേ കാണുള്ളൂ, വേറെ ആരും പുറം ലോകം അറിയാൻ പോകുന്നില്ല. ഡോക്ടർ ഇക്ബാൽ കുറ്റിപ്പുറം, ഒരുപക്ഷെ സിനിമാ രംഗത്തുള്ളവർ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടത് തന്നെയല്ലേ? ഒന്ന്, അവരുടെ ജീവിതം ഈ പറഞ്ഞതുപോലെ മറ്റുള്ളവരുടെ ജീവിതം പോലെയല്ല, കൂടുതൽ ഒരുപക്ഷെ ചില്ലുമേടയിലാണെന്നൊക്കെ പലരും പറയുമെങ്കിലും കുറച്ചുകൂടി കഷ്ടപ്പാടുകൾ നിറഞ്ഞതാണ്. ഈ ലൈറ്റിൻ്റെ ഷൂട്ടിംഗ് റേഡിയേഷൻ്റെ ഇടയിലാണ്. അല്ലെങ്കിൽ ആഹാരത്തിൻ്റെ കാര്യത്തിൽ പലപ്പോഴും കൃത്യമായി ആഹാരങ്ങൾ കിട്ടുന്ന എത്ര താരങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് അറിയില്ല, എത്ര താരങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് അറിയില്ല. പലതരം വിട്ടുവീഴ്ചകൾ അവർ കഥാപാത്രത്തിന് വേണ്ടി ചെയ്യുന്നവരുണ്ടാകാം. സിനിമയിൽ അഭിനേതാക്കൾ മാത്രമല്ല, മറ്റുള്ളവർ പലരുമുണ്ട്. തല ഉപയോഗിച്ച് ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന അങ്ങേപ്പോലുള്ളവർ ഉണ്ട്. ഇവരൊക്കെ ശീലിക്കേണ്ട ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് തന്നെ ഒരു അതിനകത്തൊരു മാനദണ്ഡം ഉണ്ടാക്കേണ്ടതില്ല. ഒപ്പം തന്നെ ഇവരെ നോക്കിയാണ് സമൂഹം മുന്നോട്ട് പോകുന്നത്, മാതൃകയാക്കുന്നത്. അവർ തന്നെ എങ്ങനെയും ജീവിതം മുന്നോട്ട് പോയാൽ മതി എന്നുള്ള അടിച്ചുപൊളിയുടെ സന്ദേശങ്ങൾ പുറത്തേക്ക് കൊടുക്കുമ്പോൾ അതും
ഒരു തരത്തിൽ സമൂഹത്തിൽ തെറ്റായ സന്ദേശം കൊടുക്കുന്നത് വഴി ഉണ്ടാകുന്ന അപകടങ്ങൾ വലുതല്ലേ? അല്ല, നമുക്കിപ്പോ ഈ സന്ദർഭം ഏറ്റവും പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സന്ദർഭമായിട്ടാണ് എടുക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രയും മരണങ്ങൾ, ഇത്രയും പ്രിയപ്പെട്ട ആളുകൾ നമ്മുടെ ഉള്ളിലുണ്ടാക്കുന്ന, ഇപ്പോ എന്റെ ക്ലിനിക്കിലൊക്കെ വരുന്ന പേഷ്യൻസ് ഈ കലാഭവൻ മണിയുടെ മരണവും അല്ലെങ്കിൽ കൽപ്പനയുടെ മരണമൊക്കെ അവരുടെ വീട്ടിൽ സംഭവിച്ച ഒരു മരണമായിട്ട് അത്രയും പേഴ്സണൽ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോ സിനിമ ലോകത്ത് സംഭവിക്കുന്ന മരണം ഒരു പേഴ്സണലായിട്ട് എടുക്കാൻ അല്ലെങ്കിൽ വൈകാരിക തലത്തിൽ എടുക്കാനുള്ള ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഇപ്പൊ ഈ ചർച്ച തന്നെ വന്നത്. അപ്പൊ അതുകൊണ്ട് ഈ സന്ദർഭം ഒരു പോസിറ്റീവായിട്ട് എടുത്തിട്ട് നമ്മുടെ ഈ വ്യക്തിപരമായിട്ടുള്ള ഒരു സുപ്രീം കമാൻഡന്റ് ആയിട്ടുള്ള മൈൻഡിനെ പ്യുവറായിട്ട് വെക്കുകയും അതിന് പൊല്യൂഷൻസ് കലരാതെ വെക്കുകയും ചെയ്യും. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഈ ലൈഫ് സ്റ്റൈല് അല്ലെങ്കിൽ കെമിക്കൽസ്, പുകയില, ഇതൊക്കെ നമുക്ക് കൺവെൻഷണൽ ആയിട്ട് നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് ക്യാൻസറിന്റെ കാരണം. പക്ഷെ അതൊക്കെ ഉണ്ട്. അതിനൊക്കെ പുറമെ നമ്മൾ അതിനൊരു വളം വെച്ചു കൊടുക്കുക എന്നുള്ളത്, നമ്മുടെ അതിന് വളം വെച്ചു കൊടുക്കുക എന്ന് പറയുന്ന വലിയൊരു പ്രവർത്തനം നടക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ രോഗങ്ങളും നമ്മൾ എഫക്ട് ചെയ്യുള്ളൂ. നമ്മുടെ സുപ്രീം കമാൻഡന്റ് ആയിട്ടുള്ള മൈൻഡ് അല്ല അതിനെ അനുവദിച്ചു കൊടുക്കുക, അത് തളരുക അല്ലെങ്കിൽ അത് സ്ട്രെസ്ഡ് ആവുക, അതിൽ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഒരു എക്സ്റ്റേണൽ ഫോഴ്സിന് ഒരു ഡിസീസ് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അത് സത്യമാണ്. നമ്മൾ ഈ ദുശീലങ്ങളെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഉള്ളിലുള്ള ആ മനസ്സിന്റെ ഒരു പ്യൂരിറ്റി അല്ലെങ്കിൽ അതിന്റെ പോസിറ്റിവിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനെപ്പറ്റി ചർച്ച ഉണ്ടാവണം, അതില് കേന്ദ്രീകരിക്കണം. അത് വലിയൊരു ഡിഫെൻസീവ് മെക്കാനിസം ആണ്. ഡോക്ടർ, ഞാൻ ഒരു സംശയം കൂടി ചോദിക്കുകയാണ്. ഡോക്ടർ പറഞ്ഞു വരുന്നത് ഈ പരമ്പരാഗതമായ ഈ അലോപ്പതി ചികിത്സയുടെ ഭാഗത്ത് നിന്നുള്ള ചികിത്സ തുടരുന്നതിനപ്പുറമുള്ള മറ്റൊരു രീതിയാണോ ഈ പറയുന്നത്? ഞാൻ പ്രധാനമായിട്ട് പ്രതിരോധ കാര്യമാണ് ഈ പറയുന്നത്. കാരണം ക്യാൻസർ പോലത്തെ ഒരു അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വളരെ ചെറിയ പെർസെന്റേജ് ആളുകൾ മാത്രമാണ് സർവൈവ്ഡ് ആവുന്നത് ഇപ്പോഴത്തെ ഈ സമയത്ത്. കുറച്ച് കഴിയുമ്പോൾ അത് കൂടുതൽ സർവൈവൽസ് ഉണ്ടാവും. കാരണം വൈദ്യശാസ്ത്രം അതിന് മേൽക്കൈ നേടുമ്പോൾ ഉണ്ടാവും. ഇപ്പൊ നമുക്ക് ചെക്കോവ് മരിച്ചതും ചങ്ങമ്പുഴം മരിച്ചതൊക്കെ ട്യൂബർക്കുലോസിസ് വന്നിട്ടാണ്. അന്ന് ട്യൂബർക്കുലോസിസ് ഒരു ക്യൂറബിൾ ആയിട്ടുള്ള ഒരു അസുഖമായിരുന്നില്ല. അപ്പോൾ അതിനെ അതിജീവിക്കുന്ന രീതിയിൽ ക്യാൻസറിനും ഒരു ട്രീറ്റ്മെന്റും നല്ല ട്രീറ്റ്മെന്റൊക്കെ ഏതെങ്കിലും വൈദ്യശാസ്ത്രത്തിൽ, ആധുനിക വൈദ്യശാസ്ത്രത്തിൽ മാത്രമല്ല ഓൾട്ടർനേറ്റീവ് വൈദ്യശാസ്ത്രത്തിലൊക്കെ വന്നേക്കാം. അത് നമുക്ക് ഭാവിയിൽ ഉണ്ടാവേണ്ട കാര്യമാണ്. പക്ഷെ ഇപ്പോ ഈ സർവൈവൽസ് വളരെ കുറവാണ്. ലീല മാഡത്തിനെ പോലെയും ഇന്നസെന്റ് ഏട്ടനൊക്കെ പോലെയുള്ള ആളുകൾ മാത്രം, അനുഗ്രഹിക്കപ്പെട്ട ആളുകൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. അത് അവരുടെ ഇച്ഛാശക്തിയും അവരുടെ മനസ്സും ഒക്കെ അതിന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അവരെന്നെ പറയുന്നുണ്ടല്ലോ അതിനെ അതിജീവിക്കാൻ എല്ലാവരും അതിനുള്ള ശ്രമം നടത്തുന്നുണ്ടാവും. എല്ലാ പേഷ്യൻസും അത് അതിജീവിക്കാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ടാവും. പക്ഷെ തോറ്റു പോകുന്നുണ്ടാവും. ഇപ്പൊ ജിഷ്ണുവിന്റെ കാര്യത്തിൽ തന്നെ വളരെ പോസിറ്റീവായിട്ട് ഇതിനെ അതിജീവിക്കാൻ ശ്രമിച്ച ഒരു ചെറുപ്പക്കാരനായിരുന്നു. വളരെ പുഞ്ചിരിക്കുന്ന മുഖം മാത്രമേ ഫേസ്ബുക്കിലൊക്കെ നോക്കുമ്പോൾ ജിഷ്ണുവിന്റെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പൊ അത് മാത്രം പോരാ. അപ്പോ സർവൈവൽ, ഒരു അസുഖം വന്നു കഴിഞ്ഞിട്ടുള്ള സർവൈവലിന്റെ കാര്യമൊക്കെ വളരെ ലിമിറ്റഡ് ആണ്. അതൊരു യാഥാർത്ഥ്യമാണ്. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ പ്രതിരോധ പ്രവർത്തനം എന്ന ഒരു കാര്യത്തിലാണ് ഇപ്പൊ നമ്മൾ പോകുന്നത്. യെസ്, അതെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണെന്ന് തോന്നുന്നു. പ്രതിരോധത്തിൻ്റെ കാര്യം ഡോക്ടർ തുടക്കത്തിൽ ഇവിടെ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യമാണ്. ഡോക്ടർ അരുൺ ശങ്കർ, നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കുന്ന മുമ്പ് എല്ലാവരിലേക്കും ഒരു കുറച്ച് സെക്കൻഡുകൾ പോകാനുള്ള സമയം മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ശ്രദ്ധ വയ്ക്കേണ്ട, ഇപ്പോൾ ഡോക്ടർ ഇക്ബാൽ കുറ്റിപ്പുറം അവസാനം പറഞ്ഞത് നമ്മൾ മനസ്സുകൊണ്ട് തയ്യാറെടുക്കേണ്ട ചില കാര്യങ്ങളാണ്. അത് സ്കൂളിൽ നിന്ന് തുടങ്ങണം, കുടുംബത്തിൽ നിന്ന് തുടങ്ങണം എന്നുള്ളതാണ്. ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞ് മുന്നോട്ട് പോകുക എന്നുള്ളത്, പെട്ടെന്ന് നമ്മുടെ ജനങ്ങൾ എന്ത് ചെയ്യണം? അങ്ങയുടെ മുമ്പിൽ എത്തുന്ന ഇന്ന് രാവിലെ വന്ന രോഗികളിൽ നിന്ന് കണ്ട പഠിച്ച പാഠം വെച്ച് എന്താണ് പറയുക? അതായത് ഈ അസുഖവും അതിൻ്റെ കാരണങ്ങളും ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാം. എന്നാൽ അത് ഇങ്ങനെ ഒരു അസുഖം സ്വയമേ വരും എന്ന് ആരും അംഗീകരിക്കുന്നില്ല. അതാണ് പ്രധാനം. എനിക്ക് ക്യാൻസർ വരാൻ ഇങ്ങനെ ജീവിച്ചാൽ എനിക്ക് ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ബ്ലഡ് പ്രഷറോ അല്ലെങ്കിൽ ഷുഗറോ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് എന്ന് സ്വയമേ മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മൾ അതിനെതിരെ പ്രവർത്തിച്ചു തുടങ്ങുള്ളൂ. പണ്ട് നമ്മൾ ഒരു യാത്രയ്ക്ക് പോകുമായിരുന്നെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് ആഹാരം പൊതിഞ്ഞുണ്ടാക്കിക്കൊണ്ട് പോകുമായിരുന്നു. കാലക്രമേണ ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ വേണമെങ്കിൽ വഴിയിലെ ഹോട്ടലിൽ നിന്ന് കഴിക്കാമെന്നായി. ഇപ്പോൾ നമ്മൾ ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ടായിട്ട് ഹോട്ടലിലോട്ട് പോവുകയാണ്. ഹോട്ടലിൽ പോയി നല്ല രീതിയിൽ ആഹാരം കഴിച്ചു വരുന്നു. പക്ഷേ അപ്പോൾ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്താണ്? അവർ ഏത് രീതിയിലാണ് പാചകം ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിനുള്ളിൽ കടന്നു വരുന്നത്? അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ സ്വയമേ ദോഷമുണ്ടാകും.
അതുപോലെ എനിക്ക് ഇന്ന അസുഖങ്ങൾ വരാം എനിക്ക് അസുഖം വരാം എന്നുള്ളൊരു തോന്നൽ വന്നാൽ മാത്രമേ നമ്മൾ അതിനെ പ്രതിരോധിക്കാൻ തുടങ്ങൂ. മനസ്സിനുള്ള പക്വത, അതാണ് പ്രധാനം. റൈറ്റ്. ഡോക്ടർ അനീഷ്, ഈ കമ്മ്യൂണിറ്റി മെഡിസിനാണ് അങ്ങയുടെ കാര്യം. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ കമ്മ്യൂണിറ്റിക്കുള്ള രോഗമാണ് ഡോക്ടർ ഇപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ വെളിയിലേക്ക് പോയി ആഹാരമൊക്കെ കഴിക്കുന്ന നമ്മുടെ ഹോട്ടൽ വ്യവസായത്തെയും ടൂറിസത്തെയും ഒക്കെ ബാധിക്കുന്ന ഒരു വലിയ രോഗത്തെക്കുറിച്ച് ചിന്തിക്കണമെന്നാണ് പിന്നെ വരുന്ന വാദം. അങ്ങനെ വരുമ്പോൾ ഇത് എവിടെ ചെന്ന് നിൽക്കും? ഈ കമ്മ്യൂണിറ്റിക്കുള്ള ഈ അസുഖം ഇങ്ങനെ തന്നെയാണോ ക്യൂർ ചെയ്യാൻ സാധിക്കുക? എനിക്ക് തോന്നുന്നത് 3 ഘട്ടങ്ങളിൽ നമ്മൾ അതിനകത്ത് ഇടപെടാനുണ്ട്. പെട്ടെന്ന് പറയാം. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്കറിയാം അപകടമാകാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നതെന്ന്. അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഗംഗാര സാർ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ, ബ്രസ്റ്റിലെങ്ങാണ്ട് ഒരു ലംബുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇപ്പം ചുമയ്ക്കുമ്പോഴെങ്ങാനും കുറച്ച് ബ്ലഡ് കണ്ടു, അത് വെറുതെ മൈൻഡ് ചെയ്യാതെ വിടാതെ പെട്ടെന്ന് തന്നെ ഒന്ന് സ്ക്രീൻ ചെയ്ത് നോക്കുക അത് എന്തെങ്കിലും പ്രശ്നമുള്ള സാധനമാണോ എന്നുള്ളത്. ഇപ്പോൾ ഒരു മഞ്ഞപ്പിത്തമാണെങ്കിൽ പോലും. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഥവാ ഇങ്ങനെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമുക്കറിയാവുന്ന ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ള ചികിത്സ തേടുക. ഈ 3 കാര്യങ്ങളാണ് വ്യക്തിപരമായിട്ടുള്ള തലത്തിൽ ചെയ്യേണ്ടത്. പിന്നെ സർക്കാർ ആരോഗ്യ മേഖലയ്ക്ക് കുറച്ചുകൂടെ നല്ല പ്രാധാന്യം കൊടുക്കുകയും അത് സമൂഹത്തിൻ്റെ ഒരു പൊതു ഉത്തരവാദിത്വമായിട്ട് മാറ്റുകയും കൂടെ വേണം. യെസ്. ശ്രീമതി ലീല മേനോൻ, താങ്കൾക്ക് കിട്ടുന്ന 30 സെക്കൻഡിൽ എന്താണ് അവസാനമായി നമ്മുടെ സമൂഹത്തിനോട് ഇപ്പോൾ പറയുക? ഇപ്പം എനിക്ക് അത്യാവശ്യമായിട്ട് പറയാനുള്ളത് ഗവൺമെൻറ്റിനോടാണ്. ഇപ്പം ഇവിടെ ഈ എറണാകുളം കേന്ദ്രീകരിച്ച ഒരു ക്യാൻസർ സെൻറ്റർ വളരെ വളരെ അത്യാവശ്യമാണ്. ഈ ക്യാൻസർ കൂടിക്കൊണ്ടുവരികയാണ്, ആൾക്കാരെ കൂടുതൽ ക്യാൻസർ രോഗികൾ ഉണ്ടാവുകയാണ്. പക്ഷേ ഈ കൊച്ചിൻ സൈഡിൽ മിഡിൽ കേരളയിലുള്ളവർക്ക് ദേ ഹാവ് ടു ഗോ ടു RCC, അല്ലെങ്കിൽ അവർക്ക് മലബാർ ക്യാൻസർ സെൻറ്ററിൽ പോകേണ്ടി വരും. അപ്പോൾ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ ഇവിടെ ഒരു ക്യാൻസർ ഹോസ്പിറ്റൽ വേണമെന്ന് പറഞ്ഞു. അതിന് കോപ്പറേറ്റീവ് മെഡിക്കൽ കോളേജിൽ സ്ഥലം പോലും ഉണ്ട്. പക്ഷെ ഗവൺമെൻറ് അതിന് ഒരു ക്യാൻസർ ഹോസ്പിറ്റലിന് സാങ്ഷൻ തരുന്നില്ല. അപ്പോൾ അതിനും കൂടി പ്രഷർ വേണം. എന്നാൽ മാത്രമേ ഈ ക്യാൻസർ നമുക്ക് മാറ്റാനായിട്ട് കൂടുതൽ ഇത് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ സ്ക്രീൻ ചെയ്യാൻ പോകണം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് വേണം എന്നൊക്കെ അതിനുള്ള ഫെസിലിറ്റി നമുക്കിപ്പോൾ ഇവിടെ വരെ പോകണം അല്ലെങ്കിൽ മലബാർ വരെ പോകണം എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതും കൂടി ഈ ചർച്ചയിൽ വരണത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഡോക്ടർ ഗംഗാധരൻ, താങ്കളാണ് ഈ ചർച്ച അവസാനിപ്പിക്കുന്നത്. ശ്രീമതി ലീല മേനോൻ പറഞ്ഞത് കൊച്ചിയെക്കുറിച്ചാണ്, താങ്കൾ കൂടി ഇരിക്കുന്ന സ്ഥലത്തെക്കുറിച്ചാണ്. അതിനെക്കുറിച്ചുകൂടി പറഞ്ഞുകൊണ്ടാണോ താങ്കൾക്ക് പറയാനുള്ളതും പറയുക? ഞാൻ അതിന് തീർച്ചയായും എല്ലാവരും സമ്മതിക്കുന്ന. കാരണം നമുക്കിവിടെ ഒരു ക്യാൻസർ ഹോസ്പിറ്റലല്ല വേണ്ടത്, ഒരു ക്യാൻസർ സെൻ്ററാണ്. ഇതെല്ലാം ചേർത്തത്, അതായത് നമ്മൾ പറഞ്ഞ എല്ലാ കാര്യം ചേർത്തൊരു ക്യാൻസർ സെൻ്ററാണ് വേണ്ടത്. എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, ഒരിക്കലും നമ്മൾ ഇങ്ങനെ കമ്പയർ ചെയ്ത് യുവരാജ് സിംഗിൻ്റെ അസുഖം മാറി, അല്ലെങ്കിൽ നമുക്കിവിടെ വരുമ്പം നമുക്ക് ലീലാമേനോൻ്റെ അസുഖം നമുക്ക് മാറി, ഇന്നസെൻ്റെ അസുഖം നമുക്ക് കൺട്രോളിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കൊരാളെ ഇപ്പോൾ നഷ്ടപ്പെടുന്നു. പക്ഷേ ഇതെല്ലാം ഓരോ തരം ക്യാൻസറുകളാണ്. യുവരാജ് സിംഗിൻ്റെ ക്യാൻസറിൽ 99% രക്ഷപ്പെടും, ചികിത്സ രക്ഷപ്പെടും. അതേസമയത്ത് ജിഷ്ണുവിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ജിഷ്ണുവിൻ്റെ കാര്യത്തിൽ വന്ന ക്യാൻസർ വളരെ അഗ്രസീവായിട്ട് ബിഹേവ് ചെയ്തു. അപ്പോൾ നമുക്ക് എല്ലാ ക്യാൻസറുകളും ഒരേപോലെ ചികിത്സ രക്ഷപ്പെടുത്തി അങ്ങനെ എടുക്കരുത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, നമ്മുടെ ഓരോ സ്റ്റെപ്പിലും നമ്മൾ ആലോചിക്കണം. നമുക്ക് തടയാൻ സാധിക്കുന്ന ക്യാൻസറുകൾ നമ്മൾ തടയണം. നമുക്ക് പ്രാരംഭ ദശകൾ കണ്ടെത്താൻ സാധിക്കുന്ന ക്യാൻസറുകൾ കണ്ടെത്തണം. നേരത്തെ സൂചിപ്പിച്ച പോലെ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്ന ക്യാൻസറുകൾ ഒരു കാരണവശാലും താമസിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റു വിഭാഗങ്ങളിൽ പോയിക്കൊണ്ടോ സമയം കളയരുത്. നിങ്ങൾ വേണ്ട ചികിത്സ വേണ്ട സമയത്ത് എടുത്തെങ്കിൽ മാത്രമേ രോഗി രക്ഷപ്പെടുകയുള്ളൂ. ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട പാഠങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ എല്ലാ സ്റ്റെപ്പും നമ്മൾ അറിയണം. അല്ലാതെ ക്യാൻസറിനെ പേടിച്ച് രാത്രി ഉറക്കം കളഞ്ഞിരിക്കേണ്ട ഒരു അസുഖമേ അല്ല. പക്ഷെ നമ്മൾ എന്തായാലും ഇനിയും നമുക്ക് കാത്തു നിൽക്കാനുള്ള സമയമില്ല. ഒരു താരതമ്യമല്ല വേണ്ടത്. തുടങ്ങേണ്ടടുത്ത് നിന്ന് തുടങ്ങണം. അത് തുടങ്ങേണ്ടപ്പോൾ തന്നെ വേണം. അതിനാരൊക്കെയാണ് മുൻകൈ എടുക്കേണ്ടത് അവരൊക്കെ മുൻകൈ എടുക്കുക തന്നെ വേണം. ഈ കാര്യത്തിൽ ഒരു കാര്യത്തിൽ മാത്രം നമുക്ക് അനുകരിക്കാം, ജിഷ്ണുവിനെ ചിരിച്ചുകൊണ്ട് തന്നെ നേരിടാൻ വേണ്ടി. അതിനുവേണ്ടി എല്ലാവരെയും പ്രാപ്തരാക്കുന്ന ഒരു ആരോഗ്യ സമ്പ്രദായം നമുക്ക് ആശിക്കാം. അതിനുവേണ്ടി അധികാരപ്പെട്ടവർ ശ്രമിക്കാൻ വേണ്ടി അവരോട് നമുക്ക് ആവശ്യപ്പെടുകയും ചെയ്യാം. വളരെ നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ഡോക്ടർ VP ഗംഗാധരൻ, ഡോക്ടർ അരുൺ ശങ്കർ, ഡോക്ടർ അനീഷ്, ശ്രീമതി ലീല മേനോൻ, ഡോക്ടർ ഇക്ബാൽ കുറ്റിപ്പുറം.